പൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ. സൈമൺ മീഡിയ വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ നിങ്ങൾ മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഈ വേദിയിൽ 11ാമത്തെ ഭാഗമായി അവതരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവൾ റാഹേൽ. യഹോവയായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട അബ്രഹാമിനും ഇസഹാക്കിനും നൽകിയ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ ഇതാ യാക്കോബിന് കൈമാറുകയാണ്. നമ്മളെല്ലാവരും ചോദിക്കും, അല്ല ഈ യാക്കോബിന് എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? അവൻ തന്ത്രശാലിയല്ലേ? അവൻ ഉപായിയല്ലേ? കാര്യം സാധിക്കുവാൻ വേണ്ടി എന്ത് ഉപായവും നടത്തുന്നവനല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് ശരിയായ ചോദ്യമാണ്. എന്നാൽ സകലരാലും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആരെന്നും നമ്മൾ എന്തായി തീരുമെന്നും അറിയുന്ന യഹോവയായ ദൈവം ക്വാളിറ്റി ഉള്ളവനെ മാത്രമേ മൂലക്കല്ലാക്കി എടുക്കുകയുള്ളൂ. സകലരാൽ ഉപേക്ഷിക്കപ്പെട്ട കല്ല് പിന്നെ എങ്ങനെയാണ് മൂലക്കല്ലായി തീരുന്നത്? ആ കല്ലിന് നേരത്തെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്ത് ക്വാളിറ്റി? മൂലക്കല്ലായി തീരുവാനുള്ള ക്വാളിറ്റി. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മറ്റൊരു കല്ല് കിട്ടുമോ എന്നുള്ള വ്യാകുലതയിൽ ഈ കല്ലിനെ മാറ്റിയിടുന്നു. അവസാനം എന്തായിത്തീരുന്നു? മാറ്റിയിട്ട കല്ല് തന്നെ മൂലക്കല്ലായി തീരുകയാണ്. യാക്കോബ് പോവുകയാണ്, നടന്നു പോവുകയാണ്. വനാന്തരങ്ങളും മരുഭൂമിയും കടന്നു പോവുകയാണ്. തൻ്റെ ലക്ഷ്യം സാധ്യമായിട്ടില്ല. എന്നാൽ യഹോവയായ ദൈവം, പിതാവായ ദൈവം ബഥേലിൽ വെച്ച് തനിക്ക് പ്രത്യക്ഷനായതും തന്നെ അനുഗ്രഹിച്ചതുമായ കാര്യങ്ങൾ യാക്കോബ് ചിന്തിച്ച് നടക്കുകയായിരുന്നു. യാക്കോബ് പോകുന്നത് കണ്ടില്ലേ? എത്ര സന്ധ്യകൾ പുലരികൾ രാത്രികൾ, സന്ധ്യകൾ പുലരികൾ രാത്രികൾ. നീലനിലാവിൽ രജനിതൻ നീലനിലാവിൽ, നീലനിലാവിൽ രജനിതൻ നീലനിലാവിൽ, സ്വർഗ്ഗകവാടം തുറന്നെനിക്കാൻ വാഗ്ദാനങ്ങൾ തന്നവനേ, സ്വർഗ്ഗകവാടം തുറന്നെനിക്കാൻ വാഗ്ദാനങ്ങൾ തന്നവനെ, വിശ്വസിച്ചിടുന്നു ഞാൻ, വിശ്വസിച്ചിടുന്നു, വിശ്വസിച്ചിടുന്നു ഞാൻ, വിശ്വസിച്ചിടുന്നു. നീലനിലാവിൽ രജനിതൻ നീലനിലാവിൽ. യാക്കോബ് നടന്ന് ചെന്നെത്തിയത് കിഴക്കരുടെ ദേശത്ത്. ആ കിഴക്കരുടെ ദേശത്ത് ഒരു കിണർ കാണുന്നു, ഒരു വെളിമ്പ്രദേശം. ആ വെളിമ്പ്രദേശത്ത് 3 കൂട്ടം ആടുകൾ വിശ്രമിക്കുന്നു, അണയാട്ടുന്നു. ഇവിടെ നിൽക്കാം, ഈ കിണറിന്റെ കരയിൽ നിൽക്കാം. ആരെങ്കിലും വരും വെള്ളം കോരാൻ, അവരോട് കാര്യങ്ങളെല്ലാം തിരക്കാം. വരുന്നു 3-4 പുരുഷന്മാർ, അല്പം പ്രായവും പക്വതയും ഉള്ളവർ. അവർ യാക്കോബിന്റെ അരികിലെത്തി. യാക്കോബ് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ ദേശക്കാർ തന്നെയോ? അതെ, ഞങ്ങൾ ഈ ദേശത്തുള്ളവർ തന്നെ, ഹാരാന്യർ. അല്ല, ഈ സ്ഥലം ഹാരാൻ തന്നെയല്ലേ? അതെ, ഹാരാൻ തന്നെയാണ്. നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്നെ ഇതിനു മുമ്പ് ഈ ദേശത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് അകലെ നിന്നും വരികയാ, കാനാനിൽ നിന്നും.
ചിതറിയ ജീവിതം തുന്നിച്ചേർക്കുവാൻ കാനാനിൽ നിന്നും വരുന്നു ഞാൻ. ചിതറിയ ജീവിതം തുന്നിച്ചേർക്കുവാൻ കാനാനിൽ നിന്നും വരുന്നു ഞാൻ. അറിയുമോ നിങ്ങൾ ലാബാനേ, നാബോറിൻ പൗത്രൻ ലാബാനേ. അറിയുമോ നിങ്ങൾ ലാബാനേ, നാബോറിൻ പൗത്രൻ ലാബാനേ. ചിതറിയ ജീവിതം തുന്നിച്ചേർക്കുവാൻ കാനാനിൽ നിന്നും വരുന്നു ഞാൻ. കാനാനിൽ നിന്ന് വരികയാണോ? അതെ, ഞാൻ കാനാനിൽ നിന്നും വരികയാണ്. നിങ്ങൾ ലാബാൻ അറിയുമോ? ലാബാൻ അറിയാത്തവരായി ഈ ഹാരാനിൽ ആരാ ഉള്ളത്? ലാബാന്റെ ആരാ നീ? ഞാൻ ലാബാന്റെ സഹോദരി റിബേക്കയുടെ മകനാണ്. കുഞ്ഞെ റിബേക്ക, അവളെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ, ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ. ഈ ലാബാനുണ്ടല്ലോ, അജ്ഞാതനല്ല അജപാലകന്നവൻ. കൂടാരമുറ്റത്തു നിൽക്കുമാതാവിനോ. അജ്ഞാതനല്ല അജപാലകന്നവൻ. കൂടാരമുറ്റത്തു നിൽക്കുമാതാവിനൊപ്പം. ഈ ലാബാനെ ഇപ്പൊ ഞങ്ങൾ കണ്ടേച്ചു വരികയാ. ഇപ്പൊ ഞങ്ങൾ കണ്ടേച്ചു വരികയാ. എന്താ നിന്റെ പേര്? ഞാൻ യാക്കോബ്. അല്ല, ആട്ടിൻകൂട്ടങ്ങളുമായി ഇതാ നടന്നു വരുന്നത് റാഹേലല്ലയോ? അതെ, റാഹേല് തന്നെ. കുഞ്ഞേ, ആട്ടിൻകൂട്ടങ്ങളുമായി തലയിൽ കലവുമായി വരുന്നില്ലയോ? അവളാണ് ലാബാന്റെ പൊന്നോമന മകള് റാഹേല്. ഇത്രയും അനുസരണയുള്ള ഒരു ബാല ഈ ഹാരാനിലില്ല. റാഹേൽ വരുന്നത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് യാക്കോബ്. തിളങ്ങുന്ന കണ്ണുകളിൽ കൺമഷിയില്ല, കരങ്ങളിൽ കിലുങ്ങുന്ന വളകളില്ല. തിളങ്ങുന്ന കണ്ണുകളിൽ കൺമഷിയില്ല, കരങ്ങളിൽ കിലുങ്ങുന്ന വളകളില്ല. നനവാർന്ന അധരത്തിൽ പുഞ്ചിരിയുമായി, നനവാർന്ന അധരത്തിൽ പുഞ്ചിരിയുമായി മെല്ലെ മെല്ലെ നടന്നു വരുന്നു, മെല്ലെ മെല്ലെ നടന്നു വരുന്നു. തിളങ്ങുന്ന കണ്ണുകളിൽ കൺമഷിയില്ല, കരങ്ങളിൽ കിലുങ്ങുന്ന വളകളില്ല. ഈ റാഹേലിനോട് എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കണം, കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ലവന്മാര് പോകുന്ന ലക്ഷണവും ഇല്ല. യാക്കോബ് ഉപായിയല്ലേ, തന്ത്രശാലിയല്ലേ. യാക്കോബ് അവരുടെ അടുക്കൽ ചെന്നു. സഹോദരന്മാരെ, നേരം ഇനിയും അധികമുണ്ടല്ലോ, നിങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവിൻ. അവരാരാ? യാക്കോബിനേക്കാൾ ബുദ്ധിമാന്മാർ. അവർ പറഞ്ഞു, കൂട്ടം കൂടട്ടെ, ഈ വലിയ കല്ലുരുട്ടി മാറ്റാൻ ഞങ്ങൾക്ക് വഹിയ. കൂട്ടം കൂടിയാൽ എല്ലാവരും കൂടെ ചേർന്ന് കല്ലെടുത്ത് മാറ്റും. കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കോരാം, ആടുകളെ കുടിപ്പിക്കുകയും ചെയ്യാം, ആടുകളെ തീറ്റിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാം. റാഹേൽ നടന്നു വരികയാണ്. അവൾ തന്നെ ആടുകളെ മേച്ചു വരികയാണ്. തലയിൽ മൺകുടവുമായി വരുന്നു. അവൾ ആ കിണറിന്റെ കരയിലെത്തി. സകല ധൈര്യവും സംഭരിച്ച് യാക്കോബ് ആ കിണറിൽ മൂടിയിരുന്ന കൂറ്റൻ കല്ലുരുട്ടി മാറ്റി. റാഹേൽ കൊണ്ടുവന്ന സകല ആടുകൾക്കും വെള്ളം കോരി കൊടുത്തു, ആടുകളെ കുടിപ്പിച്ചു. റാഹേൽ നോക്കി നിൽക്കുകയാണ്.
അല്ല, ഇയാൾ ആരായിരിക്കാം? ഇത്രയും വലിയ കല്ല് അതും ഒറ്റയ്ക്ക് തൂക്കി മാറ്റി ഞാൻ കൊണ്ടുവന്ന എന്റെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കാൻ. എങ്കിലും ഇയാൾ ആരായിരിക്കാം? റാഹേൽ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. റാഹേൽ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. കാണാനഴകുള്ള സുന്ദരാംഗൻ, കണ്ടാൽ കൊതിക്കുന്ന യൗവനാംഗൻ, കാണാനഴകുള്ള സുന്ദരാംഗൻ, കണ്ടാൽ കൊതിക്കുന്ന യൗവനാംഗൻ, ഉത്കണ്ഠയോടെ ആകുല ചിത്തനായി ഒരു വേള മൗനം നോക്കി നിന്നു. ഉത്കണ്ഠയോടെ ആകുല ചിത്തയായി ഒരു വേള മൗനം നോക്കി നിന്നു. കാണാനഴകുള്ള സുന്ദരാംഗൻ, കണ്ടാൽ കൊതിക്കുന്ന യൗവനാംഗൻ. യാക്കോബ് റാഹേലിന്റെ അരികിലെത്തി. റാഹേലെ, എന്നെ നിനക്ക് മനസ്സിലായോ? ഇല്ല. സൂക്ഷിച്ചു നോക്ക്. ഇല്ല. ഞാൻ നിന്റെ അപ്പന്റെ സഹോദരി റിബേക്കയുടെ മകനാണ്. റിബേക്കയുടെ മകൻ. യാക്കോബ് അറിയാതെ വാവിട്ട് കരഞ്ഞു പോയി. യാക്കോബ് കരഞ്ഞപ്പോൾ അറിയാതെ അവളും കരഞ്ഞു. പൊട്ടിക്കരഞ്ഞയാൾ സ്വയം മറന്നു, ഹൃദയം മുടഞ്ഞു, കനലണഞ്ഞു. പൊട്ടിക്കരഞ്ഞയാൾ സ്വയം മറന്നു, ഹൃദയം മുടഞ്ഞു, കനലണഞ്ഞു. വർണ്ണങ്ങൾ വറ്റിയ മിഴികളെ നോക്കി അറിയാതവളും കരഞ്ഞുപോയി. വർണ്ണങ്ങൾ വറ്റിയ മിഴികളെ നോക്കി അറിയാതവളും കരഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞയാൾ സ്വയം മറന്നു, ഹൃദയം ഉടഞ്ഞു, കനലണഞ്ഞു. എങ്ങനെ കരയാതിരിക്കും? അന്വേഷിച്ച് പ്രാണൻ അറ്റുപോകുന്ന നിമിഷം കയ്യിൽ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പല്ലേ ഈ റാഹേൽ. രണ്ടുപേരും കരഞ്ഞു. റാഹേലിന്റെ കരങ്ങൾ യാക്കോബ് പിടിച്ചു. ആ കരങ്ങളിൽ അവൻ ചുംബിച്ചു. റാഹേല് ആട്ടിൻകൂട്ടങ്ങളെ കിണറിനരികിൽ വിട്ടിട്ട് വീട്ടിലേക്ക് ഓടി. അപ്പാ, അപ്പാ. എന്താ മോളെ? അപ്പന്റെ സഹോദരി റിബേക്ക. റിബേക്ക അവളെവിടെ? അവരല്ല, അവരുടെ മകൻ യാക്കോബ്. യാക്കോബ് അവനെവിടെ? കിണറിന്റെ അരികിലുണ്ട്. ഞാൻ ആട്ടിൻകൂട്ടങ്ങളെ ഏൽപ്പിച്ചിട്ട് വന്നേക്കുക. ലാബാൻ കിണറിനരികിലെത്തി. ദാ നിൽക്കുന്നു യാക്കോബ്. യാക്കോബിനെ എതിരേറ്റു, ചുംബിച്ചു. യാക്കോബേ, നിന്റെ അമ്മ റിബേക്ക സുഖമായിരിക്കുന്നു. ആ അമ്മ സുഖമായിരിക്കുന്നു. നിന്റെ അപ്പന് കാഴ്ച തീരെയില്ല, കൂടാരത്തിൽ തന്നെയുണ്ട്. നിന്റെ ചേട്ടൻ യേശാവ്, ഓ അവനൊരു വനസഞ്ചാരിയാണല്ലോ. കാട്ടിലും നാട്ടിലുമായി കഴിഞ്ഞുകൂടുന്നു. എന്റെ ചേട്ടൻ യേശാവ് എന്നെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുക. ഞാൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടതാണ്. യാക്കോബേ, നീ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, അത്യുന്നതനായ ദൈവം എത്ര വലിയവനാണ് നോക്കണേ. എലിയേസർ റിബേക്കയെ കണ്ടുമുട്ടിയത്, ഇസഹാക്കിന് വേണ്ടി റിബേക്കയെ കണ്ടുമുട്ടിയത് ഇതേ കിണറിന്റെ കരയിൽ വെച്ച് തന്നെ.
ഇതാ യാക്കോബ് റാഖേലിനെ കണ്ടുമുട്ടുന്നതും അതേ കിണറിന്റെ കരയിൽ വെച്ച് തന്നെ. അപ്പോഴും യാക്കോബിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു. എടാ മക്കളെ, നീ കരയാതെ, നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, നിനക്കിവിടെ ഒന്നിനും ഒരു കുറവും വരികയില്ല. യാക്കോബ് ചിന്തിച്ചു. കാലിടറി വീഴുമ്പോൾ മിഴികൾ തുളുമ്പുമ്പോൾ അവസാനമല്ലീ യാത്ര. കാലിടറി വീഴുമ്പോൾ മിഴികൾ തുളുമ്പുമ്പോൾ അവസാനമല്ലീ യാത്ര. ഏകാന്ത യാത്ര അവസാനമല്ലീ യാത്ര. കിനാവുകൾ കണ്ടു, കിനാവുകൾ കണ്ടു, നെഞ്ചിൽ കലക്കുന്ന നൊമ്പരം വീണുമയങ്ങി. കിനാവുകൾ കണ്ടു, നെഞ്ചിൽ കലക്കുന്ന നൊമ്പരം വീണുമയങ്ങി. നൊമ്പരം വീണുമയങ്ങി, നൊമ്പരം വീണുമയങ്ങി. ലാബാന്റെ കൂടാരമുറ്റത്തെത്തിയ യാക്കോബിനെ വരവേൽക്കാൻ ദാ നിൽക്കുന്നു നാഹോർ പിതാവ്, മിൽക്ക, റാഖേൽ. ലാബാൻ യാക്കോബിനായി പുതിയൊരു കൂടാരം പണിതു, അവിടെ താമസമാക്കി. ലാബാൻ യാക്കോബിനായി അന്നൊരു വിരുന്നൊരുക്കി, കാളക്കുട്ടിയെ പാകം ചെയ്തു, അപ്പവും മാംസവും വീഞ്ഞും ഭക്ഷിച്ചു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ ഇതുപോലെയാകുന്നു. അവർ പറയുന്നു, യഹോവ എന്റെ സങ്കേതം, യഹോവ എന്റെ ബലം, യഹോവ എനിക്ക് പരിചയം പലകയുമായിരിക്കും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഞാൻ ഇങ്ങനെ ഇവിടെ പൂർണ്ണമാക്കുന്നു. പ്രിയപ്പെട്ടവൾ റാഖേൽ.